മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ പേരുകൾ കൂടി സജീവ ചർച്ചകളിൽ ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനിതാ മുഖ്യമന്ത്രിയെ പരിഗണിക്കുന്നതും ആലോചനയിലുണ്ട്. പർവേഷ് വർമ്മയ്ക്കൊപ്പം തന്നെ രേഖാ ഗുപ്തയുടെ പേരും സജീവ പരിഗണനയിലാണ്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി തിരിച്ചെത്തിയാലുടൻ പ്രഖ്യാപനം നടത്താനാണ് നിലവിലെ നീക്കങ്ങളും. ശരത്ലാണ് ഡൽഹിയിൽ നിന്ന്. ശരത്ത്, BJPക്ക് വമ്പൻ വിജയമാണ് ഡൽഹിയിൽ. അതിന് തൊട്ട് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ആര് എന്ന ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ആരുടെയൊക്കെ പേരുകളാണ് പ്രധാനമായും സജീവ പരിഗണനയിൽ വന്ന് നിൽക്കുന്നത്? ഒപ്പം തന്നെ ഈ നേതാക്കൾ അമിത്ഷായും JP നദ്ദയുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ തീരുമാനമാകുമോ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. BJP നിയമസഭാ കക്ഷി യോഗം ഞായറാഴ്ച വിളിച്ചു ചേർത്തേക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക. BJPയുടെ 2 മുതിർന്ന നേതാക്കളെ നിയമസഭാ കക്ഷി യോഗത്തിൽ നിരീക്ഷകരായും നിയോഗിക്കേണ്ടതുണ്ട്. ഏതായാലും BJPയെ സംബന്ധിച്ചോളം കേന്ദ്ര നേതാക്കളും അഖിലേന്ത്യാ അധ്യക്ഷൻ JP നദ്ദയും 10 MLA-മാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 10 MLA-മാരെ കണ്ടു, ഇന്നും MLA-മാരെ കാണുന്നുണ്ട്. ഞായറാഴ്ച എല്ലാ MLA-മാരും തിരഞ്ഞെടുക്കപ്പെട്ട 48 MLA-മാരും ഡൽഹിയിൽ ഉണ്ടായിരിക്കണമെന്ന കർക്കശ നിർദ്ദേശവും BJP നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഒന്ന് പർവേഷ് വർമ്മ തന്നെയാണ്. കെജ്രിവാളിനെ തോൽപ്പിച്ച പർവേഷ് വർമ്മ തന്നെയാണ്. അതുപോലെ തന്നെ ദേശീയ വനിതാ മോർച്ച അധ്യക്ഷയുടെ പേരുണ്ട്, രേഖാ ഗുപ്തയും ഏറ്റവും കൂടുതൽ വോട്ടിന് ഡൽഹിയിൽ മത്സരിച്ച് വിജയിച്ച ഒരു വ്യക്തിയാണ്. നിഷാദ് കാർഡിൽ നിന്നാണ് രേഖാ ഗുപ്ത മത്സരിച്ച് വിജയിച്ചത്. ഒരു വനിതാ മുഖ്യമന്ത്രിയാണെങ്കിൽ രേഖാ ഗുപ്തക്കായിരിക്കും സാധ്യത എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകൂ. കാരണം പാർലമെൻറ്റ് ബോർഡ് യോഗം ചേർന്ന് പ്രധാനമന്ത്രി അധ്യക്ഷയിൽ പാർലമെൻറ്റ് ബോർഡ് യോഗം ചേർന്നിട്ട് വേണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ഈ തീരുമാനം BJPയുടെ മുതിർന്ന 2 നിരീക്ഷകരെ അറിയിക്കും. ഈ നിരീക്ഷകരായിരിക്കും നിയമസഭാ കക്ഷി യോഗത്തിൽ ഈ പേരുകൾ പ്രഖ്യാപിക്കുക. ആ നേതാവിനെ നിയമസഭാ കക്ഷി നേതാവ് BJP 48 MLA-മാർ തിരഞ്ഞെടുക്കും. ഈ യോഗമാണ് ഞായറാഴ്ചക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നത്. 15 കൂടിയൊക്കെ ഒരു പുതിയ മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ തീരുമാനമാകും അല്ലേ? നിയമസഭാ കക്ഷിക്ക് യോഗത്തിന് മുമ്പേ തന്നെ തീരുമാനമാകും. അതുകൊണ്ടാണ് BJP മുഖ്യമന്ത്രി മാത്രമല്ല മന്ത്രിമാരുടെ പേരുകളും അതുകൊണ്ടാണ് MLA-മാരുമായി കേന്ദ്ര നേതൃത്വം ഒറ്റക്കൊറ്റക്ക് ചർച്ച നടത്തുന്നത്. അവരെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയുന്നത് എന്തൊക്കെയാണ്, അവരെ മണ്ഡലത്തിൽ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങൾ, ഇത്രമടക്കമുള്ള വിശദമായ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നലെ 10 MLA-മാരുമാണ് JP നദ്ദയുമായും അതേപോലെ തന്നെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നും അത് തുടരുന്നുണ്ട്. ഇന്ന് JP നദ്ദയുമായി 10 MLA-മാർ ഇന്നും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 48 MLA-മാരും നാളെ 15-ന് മുമ്പേ തന്നെ ഈ JP നദ്ദയും BJP അമിത്ഷായുമുള്ള കൂടിക്കാഴ്ച നടത്തും. ഇതനുസരിച്ചായിരിക്കും നിയമസഭാ കക്ഷി യോഗത്തിലേക്ക് കക്ഷി നേതാവിൻ്റെ പേര് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുക. സേതുലക്ഷ്മി, ശരി, ഓക്കെ ശരത്ത്. അപ്പോൾ ഇത്രയും വേഗം തന്നെ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനമാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശരത്ലാൽ.